അതിരടി കണ്ടായിരുന്നു. എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. അതിഗംഭീരമായിട്ടുള്ള വേറെ ലെവൽ മൂവി എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കോളേജ് ടെംപ്ലേറ്റ് മൂവി എന്താണോ അത് തന്നെയാണ് സ്റ്റോറി. ഈ സിനിമയുടെ സ്റ്റോറി വേറൊന്നുമല്ല. ലൈക്ക് ഒരു കോളേജിൽ ഒരു ഫെസ്റ്റ് ഒരുപാട് കാലമായിട്ട് മുടങ്ങി കിടപ്പുണ്ട്. സോ അത് തിരിച്ചു കൊണ്ടുവരണം. ആ ഒരു ഫെസ്റ്റ് നടത്തണം. അതിനുവേണ്ടി ഒരു സ്റ്റുഡന്റ് വർക്ക് ചെയ്യുന്നു. പിന്നീട് നടക്കുന്ന കോൺഫ്ലിക്ട്സ് ഒക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം സിനിമ സ്റ്റാർട്ട് ചെയ്ത ആ സിനിമയുടെ എൻഡ് വരെ എങ്ങനെയായിരിക്കും. സ്ഥിരം ടെംപ്ലേറ്റ് തന്നെയാണ്. വലിയ മേജർ ട്വിസ്റ്റ് പ്ലോട്ടോ കാര്യങ്ങളൊന്നുമില്ല. എൻഡ് എങ്ങനെയായിരിക്കും നമുക്ക് ഫസ്റ്റ് തന്നെ പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ ക്യാരക്ടർ പ്രസന്റേഷൻ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ പെർഫോമൻസ് എന്ന് പറയുന്നത് ടൊവിനോയുടെ ഒരു ക്യാരക്ടറാണ് കുട്ടൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ക്യാരക്ടർ നൈസ് ആയിരുന്നു. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഓക്കെ ആയിരുന്നു. കുറച്ചുപേരൊക്കെ കുറച്ച് ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നി. ആൻഡ് സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല രീതിക്ക് വർക്കായി. നല്ല രസം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു ഇൻട്രോൾ പോർഷൻ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കുറച്ച് ലാഗ് ആൻഡ് കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ സിനിമയുടെ എൻഡിലൊക്കെ എത്തുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി ഓക്കെ ഇങ്ങനെ ആയിരിക്കും എൻഡ് എന്ന്. പക്ഷെ പിന്നീടും ആ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വലിച്ചു നീട്ടുന്ന പോലെ എനിക്ക് തോന്നി.